മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു അക്വേറിയം നമ്മൾ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് അക്വേറിയം ക്ലീൻ ചെയ്യാം ഗൈസ്. നമുക്കപ്പോൾ അങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഞാനിത് ഇന്നലെ കൊണ്ടുവന്നതാണ് ഗൈസ് മീനിനെ. പിന്നെ ഇതിനെ ഇവിടെ വെച്ചിട്ട് പോയി. പിന്നെ ഇന്നാണിത് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്നൊക്കെ കൊണ്ടുവന്നതാണ്. ഇതിലുണ്ടായിരുന്ന ഒരു മീൻ ചത്തും പോയി. അപ്പോൾ ഇതുണ്ടോ, ഒരു യെല്ലോ കളറായി മൊത്തം. ഈ മീനുകളുടെ വെള്ളമെല്ലാം കണ്ടോ, യെല്ലോ കളറായി. എൻ്റെ കൂട്ടുകാരന്മാർ തന്നെയാണ് ഈ മീനുകളൊക്കെ. അപ്പോൾ ഈ നിങ്ങളുടെ വെള്ളമൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഇതുങ്ങളൊക്കെ ഇന്നലെ കൊണ്ടുവന്നതാണ്, പക്ഷെ ഇതിപ്പോൾ ഇപ്പോഴാണ് മാറ്റുന്നത്, സമയം കിട്ടി. അപ്പോൾ നമുക്ക് വെള്ളം മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ വെള്ളം വറ്റിക്കാൻ വേണ്ടി ഫിൽറ്ററിൻ്റെ ട്യൂബ് തന്നെ ഫിൽറ്ററിൽ നിന്ന് ഊരിയിട്ട് നേരെ അതിൽ നിന്ന് വെള്ളം വലിപ്പിച്ച് ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ്. അല്ലാണ്ട് ഇത് ഒറ്റയടിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ വീഴും. അതുകൊണ്ട് വെള്ളം വറ്റിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇത് കുഞ്ഞു മീൻ ഗപ്പിയൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞു മീനുകൾ കുടുങ്ങാണ്ടിരിക്കാൻ ഇതിലാണ് വെക്കുന്നത്. പിന്നെ വെള്ളം വറ്റിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ ഈ മീനിൻ്റെ വെള്ളം വറ്റി തീരാറായി. കണ്ടോ, ഇത്ര ഉണ്ടായിരുന്നു, എന്നിട്ടിപ്പോൾ ഇത്രയായി. ഇത്ര ഉണ്ടായിരുന്ന വെള്ളം ഇപ്പോൾ ഇത്രയായി. അപ്പം ബാക്കിയും കൂടെ ഇവിടം വരെ വറ്റട്ടെ, എന്നിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. ഇതുണ്ടോ, ഒരു യെല്ലോ കളർ വെള്ളമായി. വീട്ടിൽ കുറേ പ്ലാന്റിങ് ഉണ്ടായിരുന്നു, അതെല്ലാം ചീഞ്ഞു പോയി. അപ്പം അതിൻ്റെ ആണിത്. ഇനിയിപ്പോൾ ഇതെടുത്തി. അപ്പോൾ ഗൈസ് നമ്മൾ അക്വേറിയം ഇവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ഇനി ഇതിലുള്ള പ്ലാന്റൊക്കെ മാറ്റിയിട്ട് മീനിനെ പിടിക്കണം. അപ്പോൾ ഇനി അത് കാണാം. അപ്പോൾ ഒന്ന് പ്ലാന്റൊക്കെ ഒന്ന് മാറ്റട്ടെ. അപ്പോൾ ഗൈസ് ഇതിൽ നിന്ന് മീനിനെ ഇനിയുണ്ട് പിടിച്ചിട്ട് നമ്മളിതാ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ടുകൊണ്ടിരിക്കട്ടെ ഗൈസ്. ഉണ്ടോ, കളർ ഗപ്പീസാണ്, ഹൈബ്രിഡ് ഗപ്പീസാണ്. എൻ്റെ കൂട്ടുകാരന്മാർ വന്നേ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിലുള്ള മീനിനെ എല്ലാത്തിനും തന്നെ പിടിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ കാണാം. ഇപ്പോൾ ഇത് നോർമൽ ഗപ്പിനെ പോലെ തോന്നുന്നു, പക്ഷെ ഇത് കളർ ഗപ്പികളാണ് ഗൈസ്. പിന്നെ ഒരു പ്ലാറ്റിയും പിന്നെ ഒരു ബ്ലാക്ക് മോളിയും ഉണ്ട്. കുറേ ബ്ലാക്ക് മോളി വൈറ്റ് മോളിനൊക്കെ വാങ്ങിയതാണ്, ചത്തുപോയി ഗൈസ്. അപ്പോൾ ഇനി ഈ കല്ലുകളൊക്കെ വാരി ഇതിലേക്ക് ഇടാം. കണ്ടോ ഗൈസ്, ഞാൻ നേരത്തെ കണ്ടില്ല. ഇതുകൊണ്ട് 2 കുഞ്ഞുങ്ങൾ കണ്ടോ, അതിനെ കൂടെ പിടിച്ചിട്ടാ ഗൈസ് ഇപ്പോഴാണ് കാണുന്നത് ഗൈസ്. എല്ലാ മീനിനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇനി നമുക്ക് കണ്ടോ ഈ കളർ കല്ലുകൾ കഴുകി വൃത്തിയാക്കണം. കണ്ടോ, ഫുള്ള് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതൊരു ഈ ബക്കറ്റിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കണം. ഉണ്ടോ, ഫുള്ള് വേസ്റ്റായി കിടക്കുക. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് വേണം മീനൊക്കെ ഇതാക്കാൻ. ഞാൻ ഇന്നലെ ഗപ്പികളൊക്കെ ഇന്നലെ കൊണ്ടുവന്നത്. ഇതിൽ ആദ്യം ഉണ്ടോ ആ ബ്ലാക്ക് മോളിയും ആ റെഡ് പ്ലാറ്റിയും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇന്നലെ ഞാൻ കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഗൈസ് ഇത്ര നേരമായിട്ട് കാണാത്ത പിന്നെ ഇതാ ഒരു കുഞ്ഞു മീൻ കൂടി ഇതിൽ. നേരത്തെ ഞാൻ 2 പിടിച്ചു, പിന്നെ ഇട്ടു. ഇതാ ഇപ്പോഴും അതിനെയും കൂടെ പിടിക്കാൻ പണി. ഈ കുഞ്ഞു മീനുകളെ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നെറ്റിൻ്റെ ഇടയിൽ കൂടെ ചാടും നിങ്ങൾ. പിന്നെ നേരത്തെ നെറ്റ് കൊണ്ട് കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് വേണ്ട, പിന്നെ നിങ്ങളെ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഒരു ഇതുണ്ട് ഇടുന്നുണ്ട്, ആ ഒരു മീനൊക്കെ ഉണ്ടോ, അതിനെയും കൂടെ ഒന്ന് പിടിച്ചിട്ടെ ഗൈസ്. ഇതൊക്കെ കല്ലിൻ്റെ ഇടയിൽ പോയിരുന്നിട്ടാണ്. അതിനെയും കൂടെ നെറ്റ് ഉപയോഗിച്ചൊന്ന് പിടിച്ചിട്ടെ. അപ്പോൾ ഗൈസ് ആ ഒരു മീനിനെയും കൂടെ പിടിച്ചിട്ട് ഇനിയിപ്പോൾ ഈ കല്ലുകളെല്ലാം ഈ ബക്കറ്റിലേക്ക് കോരി ഇട്ടിട്ട് വേണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ അതിലുള്ള കല്ലുകളെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട്. കണ്ടോ എന്ത് കലങ്ങിയ വെള്ളമാകുന്നുണ്ട്. ഫുള്ള് എന്തൊക്കെയൊക്കെയോ ആയി കിടക്കുകയായിരുന്നു. അപ്പം ഈ വെള്ളമൊക്കെ ഒന്ന് മറിച്ചറിഞ്ഞ് ബൗളിൽ നിന്ന് കഴുകിയെടുക്കുക ഈ അക്വേറിയം. എൻ്റെ ചെറിയൊരു അക്വേറിയമാണ് ഗൈസ്. ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് പ്ലാന്റൊക്കെ ചെയ്യാം. ഇതൊന്ന് കഴുകിയെടുക്കട്ടെ ഗൈസ്. ഗൈസ് ഈ അക്വേറിയം നമ്മൾ കഴുകിയെടുത്തു. ഇനി ഇതുണ്ട് ഈ കല്ലുകളൊന്ന് കഴുകിയെടുക്കണം. ഇതുണ്ട് മീൻകുട്ടന്മാർ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ
കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പം ഇനി ഇതൊക്കെ ഇതിലേക്ക് ഇടാം. ഈ സൈഡ് തൊട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. ഇതാണെന്തോ കൂടി അപ്പം ഇനി ഇതിട്ടിട്ട് കാണാം ഗൈസ്. അപ്പം ഗൈസ് ഇതാ ഈ കല്ലുകളെല്ലാം നമ്മൾ ഇങ്ങോട്ട് ഇട്ട് സെറ്റാക്കി എടുത്തു. ഉണ്ടോ, കല്ലൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് ഇത് വെക്കാം. ഇതിലേക്ക് ഉണ്ടോ ഇതേപോലെ കുറച്ച് ഇതുപോലത്തെ ഞാനവിടെ പോയി ഞാനൊരു ടൂർ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന ഈ സാധനങ്ങൾ കുറച്ച് കല്ലുകൾ ഇതൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. ഇനി ഇത് കണ്ടോ ഗൈസ്, ഈ ഫിൽട്ടർ ഈ സൈഡിലായിട്ട് വെച്ച് ഇനി ഇതാ ഒരു അമ്പലത്തെ ഉണ്ട്. ഇതെനിക്ക് ചേറൊക്കെ ആക്കിയിട്ടാണ് വെക്കേണ്ടത്. പക്ഷെ ഇത് ചേറ് ഞാൻ ഇന്ന് കിട്ടിയില്ല എനിക്ക് ചേറ്. അപ്പോൾ ഇത് താഴെ പോകണം, വയലിൽ പോകണ്ടേ. അപ്പോൾ ഇന്ന് ചേറ് കിട്ടാത്തത് കൊണ്ട് ഞാനത് വെറുതെ വെക്കുന്നേ ഉള്ളൂ. നാളെ ഒരു തുണിയിൽ ചേറൊക്കെ കെട്ടിയിട്ട് ഇടുന്ന വീഡിയോ ഞാൻ ഉടനെ എടുക്കാം ഗൈസ്. അപ്പം ഇനി ഇതൊക്കെ ഈസി പ്ലാന്റുകളെല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. ഇതാ ഗൈസ്, ഇതേപോലെ ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ വെക്കട്ടെ ഗൈസ്. ഇതാ ഗൈസ്, ഇതേപോലെ മൊത്തം ഒന്ന് വെച്ച് ചെടികളെല്ലാം വെച്ച് സെറ്റാക്കി വെച്ചു. ഇനി ഇത് ഉള്ളിൽ കൊണ്ട വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അല്ലെങ്കിൽ ഇത് മൊത്തം എനിക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉള്ളിൽ കൊണ്ട് വെക്കാം ഗൈസ്. ഇതാ ഗൈസ്, ഇത് മൊത്തം ഇവിടെ കൊണ്ട് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. അപ്പോൾ ഗൈസ് ഈ ബക്കറ്റ് കഴുകിയിട്ട് വേണം, ഇതിലുള്ള ഇതൊക്കെ കളഞ്ഞിട്ട് ഇത് കഴുകിയിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ഇത് കഴുകാം ഗൈസ്, ഇത് കഴുകിയിട്ട് വേണം. അപ്പോൾ ഗൈസ് ഇതാ ഈ അക്കോറി ഇവിടെ കൊണ്ടാ വെച്ചു. ഇനിയും ഇതിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഇത് കുത്തനെ വെച്ച് ഇനി ഇതെല്ലാം അലങ്കോലാകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഈ ബക്കറ്റിലുള്ള വെള്ളം ഫിൽറ്ററിൻ്റെ ട്യൂബ് വഴി ഇങ്ങോട്ട് കിടന്നു. അത്യാവശ്യം സ്പീഡ് വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ ഇട്ടപ്പോഴത്തേക്കും വന്നു. അപ്പോൾ ഇത് നിറയട്ടെ ഇനി. ഇപ്പം നിറഞ്ഞിട്ട് വേണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നിറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി നേരവും കൂടി എടുക്കും. ഉണ്ടോ, നിറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മീനുകളെല്ലാം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ബാക്കി. അപ്പോൾ ഗൈസ് അവിടെ അക്വേറിയം നിറയുന്ന ടൈം കൊണ്ട് ഈ മീനുകളെല്ലാം നമുക്ക് ഈ കപ്പിലേക്കാക്കാം. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി ഇതാക്കാം, കപ്പിലേക്ക് പിടിച്ചിടാം. അപ്പോൾ ഗൈസ് ഇതാ ഈ മീനുകളെയൊക്കെ നമ്മളിതാ ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ ഇതിലുള്ള എല്ലാ മീനും നമ്മൾ ഇതിലേക്ക് പിടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ മീനെല്ലാം പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നിറയാനായി. ഇത്രയും നിറയട്ടെ അല്ലേ, കുറച്ചും കൂടി നിറയട്ടെ, നിറഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് വെള്ളം അത്യാവശ്യം നിറഞ്ഞു. ഇനി ഒരു ലേശം കൂടെ നിറഞ്ഞാൽ മതി. അപ്പം അത്രയും കൂടെ നിറയുമ്പോഴത്തേക്കും അത് നിറയട്ടെ, എന്നിട്ട് നമുക്ക് മീൻ ഇറക്കി വിടാം. ഇതാ ഗൈസ് വെള്ളം നിറച്ച് കഴിഞ്ഞു. ഇല്ല, വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് മീനിനെ ഇതിലേക്ക് ഇറക്കി വിടാം. മീനിനെ ഇറക്കി വിട്ടു ഗൈസ്. ഇതുണ്ടോ, മീനിനെ ഇറക്കി വിട്ടു. നിങ്ങൾക്ക് ആ ക്യാപ്പ് എടുത്ത് വെച്ചിട്ട്
അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. പ്ലീസ് ഗൈസ്. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ കാണാം. അതുവരേക്കൊരു ഗുഡ് ബൈ. അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടില്ലേ? ഫൈനൽ ലുക്ക്.